അയ്യന്റെ തിരുവാഭരണങ്ങൾ. ശബരിമല അയ്യപ്പന്റെ ആഭരണങ്ങളെയാണ് തിരുവാഭരണം എന്ന് വിളിക്കുന്നത്. സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട ഇവ പന്തള രാജാവ് ശബരിമല ശാസ്താവിനു നൽകിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്ന ഇവ മകരവിളക്ക് ദിവസം ശബരിമലയിലെത്തിക്കുകയും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്യും. 3 പെട്ടിയിലാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത്. പെട്ടി 1. തിരുമുഖം, പ്രഭാമണ്ഡലം, വലിയ ചുരിക, ചെറിയ ചുരിക, ആന, കടുവ, വെള്ളി കെട്ടിയ വലംപിരി ശംഖ്, ലക്ഷ്മി രൂപം, പൂന്തട്ടം, നവരത്നമോതിരം, ശരപൊളി മാല, വിളക്കുമാല, മണിമാല, എതുക്കും പൂമാല, ഗഞ്ചംബരം. പെട്ടി 2. കലശത്തിനുള്ള തൈലക്കുടം, പൂജാപാത്രങ്ങൾ. പെട്ടി 3. കൊടിപ്പെട്ടി, നെറ്റിപ്പട്ടം, ജീവത, കൊടികൾ, മെഴുവട്ടക്കുട. പന്തളം ധർമ്മശാസ്താ ക്ഷേത്രം. അയ്യപ്പനോളം പഴക്കമുണ്ട് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന്. പന്തളം രാജാവ് ശബരിമല ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. അച്ചൻ കോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥാടന കേന്ദ്രം പന്തളം കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. മണികണ്ഠൻ ശൈശവവും യൗവനവും ചെലവഴിച്ച സ്ഥലം എന്ന നിലയിൽ ഭക്തലക്ഷങ്ങൾ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നു. എല്ലാ വർഷവും മകര സംക്രാന്തി നാളിൽ ശബരിമലയിൽ എത്തിച്ചേരുന്ന ചരിത്രപ്രസിദ്ധമായ തിരുവാഭരണ യാത്ര ഈ ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. അച്ഛൻ മകനണിയാനുള്ള ആഭരണങ്ങളുമായി പോകുന്നു എന്നതാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പിന്നിലുള്ള വിശ്വാസം. തനി തങ്കത്തിൽ തീർത്തിട്ടുള്ള തിരുവാഭരണങ്ങൾ പന്തളം രാജാവ് അയ്യപ്പ സമ്മാനിച്ചതാണ്. ഇന്നും പന്തളം രാജവംശത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്ന ദിവസം പ്രഭാതം മുതൽ ഉച്ചവരെയും മേടത്തിൽ ഉത്രത്തിനും അയ്യപ്പ സ്വാമിയുടെ ജന്മദിനം വിഷുവിനും മാത്രമാണ് തിരുവാഭരണങ്ങൾ പന്തളം തേവരെ അണിയിക്കുന്നത്. മകര സംക്രമത്തിന് തിരുവാഭരണങ്ങൾ വിഗ്രഹത്തിൽ ചാർത്തിയ ശേഷം മാത്രമേ ശബരിമലയിൽ ദീപാരാധന നടത്തുകയുള്ളൂ. ചന്ദനത്തിൽ തീർത്ത 3 പേടകങ്ങളിലായാണ് തിരു ആഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനം ഗോപുരാകൃതിയിലുള്ള നെട്ടൂർ പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുമുഖം, വിളക്കുമാല, ശരപൊളിമാല, എരിക്കിൻ പൂമാല, വില്ലുതളമാല, മണിമാല, നവരത്നമോതിരം, അരപ്പട്ട, പൂന്തട്ടം, ഗഞ്ചംബരം, പ്രഭാമണ്ഡലം, വെള്ളി കെട്ടിയ വലംപിരി ശംഖ്, വലിയ ചുരിക, ചെറിയ ചുരിക, ലക്ഷ്മി രൂപം, കടുവ, പുലി, ആനകൾ, നെറ്റിപ്പട്ടം എന്നിവയാണ്. ചതുരാകൃതിയിലുള്ള അഭിഷേക കുടം പെട്ടി എന്ന രണ്ടാമത്തെ പെട്ടിയിൽ തങ്കത്തിൽ തീർത്ത കലശക്കുടവും മകര സംക്രാന്തി നാളിൽ ശബരിമലയിൽ നടക്കുന്ന പൂജകൾക്കുള്ള സാധന സാമഗ്രികളുമാണ്. കൊടിപ്പെട്ടി എന്ന് വിളിക്കുന്ന ദീർഘചതുരാകൃതിയിലുള്ള മൂന്നാമത്തെ പെട്ടി